ഇനി വിശദാംശങ്ങളിലേക്ക് നോക്കാം. SSLC പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 99.69% പേരാണ് ഇത്തവണ SSLC പരീക്ഷയിൽ വിജയിച്ചത്. 4,25,563 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 71,831 കുട്ടികൾ എല്ലാ വിഷയത്തിനും A+ നേടി. 892 സർക്കാർ സ്കൂളുകൾ 100% വിജയം നേടി. തുടർച്ചയായ മൂന്നാം തവണയും വിജയശതമാനം 99% മുകളിൽ തന്നെ. ഇത്തവണ 99.69% വിജയശതമാനം. മുൻ വർഷത്തെ അപേക്ഷിച്ച് 0.01% നേരിയ കുറവ് മാത്രമാണുള്ളത്. 71,831 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയത്തിലും A+ സ്വന്തമാക്കി. വിജയശതമാനം ഏറ്റവും കൂടിയ റവന്യൂ ജില്ല കോട്ടയമാണ്. കുറവ് തിരുവനന്തപുരവും. ഫുൾ A+കാരുടെ എണ്ണത്തിൽ മലപ്പുറമാണ് മുന്നിൽ. 892 സ്കൂളുകൾ 100% വിജയം നേടി. മുൻ വർഷത്തെ പോലെ എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രവേശനം ഉറപ്പാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. 2024 മെയ് 16 മുതൽ +1 പ്രവേശനത്തിനായ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷകർക്ക് സ്വന്തമായോ അല്ലെങ്കിൽ 10ാം തരം പഠിച്ചിരുന്ന ഹൈസ്കൂളിലെ കമ്പ്യൂട്ടർ ലാബ് സൗകര്യവും അധ്യാപകരുടെ സഹായവും അതുപോലെ തന്നെ ആ പ്രദേശത്തെ ഗവൺമെൻറ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ കമ്പ്യൂട്ടർ ലാബ് സൗകര്യവും അധ്യാപകരുടെ സഹായവും പ്രയോജനപ്പെടുത്തി +1 പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാനുള്ള അവസാന തീയതി മെയ് 25. ഏകജാലക അഡ്മിഷൻ ഷെഡ്യൂൾ. ട്രയൽ അലോട്ട്മെൻറ്റ് മെയ് 29. ആദ്യ അലോട്ട്മെൻറ്റ് തീയതി ജൂൺ 5. രണ്ടാം അലോട്ട്മെൻറ്റ് തീയതി ജൂൺ 12. മൂന്നാം അലോട്ട്മെൻറ്റ് തീയതി ജൂൺ 19. 2024 ജൂൺ 24 +1 ക്ലാസുകൾ ആരംഭിക്കും. SSLC മൂല്യനിർണ്ണയത്തിൽ മാറ്റം വരുത്താനാണ് സർക്കാർ ആലോചന. 2025 SSLC പരീക്ഷയിൽ ഈ മാറ്റമുണ്ടാകും. ഹയർ സെക്കൻഡറിയിലേതുപോലെ പേപ്പർ മിനിമം ഏർപ്പെടുത്തുന്ന കാര്യം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പരിഗണനയിലുണ്ട്. വിജയത്തിന് എഴുത്തുപരീക്ഷയിൽ പ്രത്യേകം മാർക്ക് നേടുന്നതാണ് പേപ്പർ മിനിമം രീതി. വിവിധ മേഖലകളിൽ കൂടിയാലോചനയ്ക്ക് ശേഷം ഇക്കാര്യത്തിൽ വകുപ്പ് ഉടൻ തീരുമാനമെടുക്കും. പുനർമൂല്യനിർണ്ണയത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കും ഈ മാസം 9 മുതൽ 15 വരെ അപേക്ഷിക്കാം. സേ പരീക്ഷ ഈ മാസം 28 മുതൽ ജൂൺ 6 വരെ നടക്കും. അതേസമയം 2ാം വർഷ ഹയർ സെക്കൻഡറി ഫലം നാളെ പ്രഖ്യാപിക്കും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. കെ സുധാകരൻ KPCC പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്ന് M. M. ഹസൻ. ഹസന്റെ സാന്നിധ്യത്തെ കെ സുധാകരൻ